അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വയനാട്ടിലേക്കൊന്ന് പോയിട്ട് വരാച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. വളാഞ്ചേരി, വയനാടല്ല വളാഞ്ചേരി ഇട്ടാ. അപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇപ്പോൾ അത് അമ്മൻ്റെ അവിടെ അച്ഛൻ എത്തിയില്ല. അമ്മനോട്ട് പറഞ്ഞ് പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ വണ്ടിൻ്റെ ചെയിനൊക്കെ ഓയിൽ കൊടുത്ത കോലാണ് ഇത് കണ്ട. ആകെ കരി ഓയിലാണിത്. ബൈക്കായിട്ടാണ് പോണത്. എന്തായാലും വേണ്ടില്ല, പോയി വെക്കാം. ഓണാക്കണ്ട. അത് നമ്മളെങ്ങോട്ട് പോണെന്ന് പറഞ്ഞേ? വളാഞ്ചേരി, വയനാട്ടിക്കാ പറയും. വളാഞ്ചേരിക്കാ പോണ ഓന്റെ കാഴ്ചപ്പാടിന് വയനാട്ടിൽ. അതാ സനു കൊണ്ടുവന്നല്ലോ. സനു പോയി വന്നില്ലേ? ടർക്കിയതാ കാറ്റ് കയറാതിരിക്കാനുള്ളത് അല്ലേ? ആ കണ്ണൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഉപ്പരെ കണ്ണ്, കുട്ടിയെ കണ്ണ് ഇപ്പൊ കാണാം. കണ്ണൊക്കെ ഇപ്പൊ കാണാം. ഇപ്പൊ കണ്ടില്ലേ? പക്ഷെ കണ്ണല്ല, ചെവിക്കാതിരിക്കാനല്ല നമ്മൾ കെട്ടേണ്ടത്. അപ്പോൾ ഞങ്ങളിതാ പോവാൻ റെഡി ആയിട്ടാ. ആദ്യം മോന് തലയിൽ തൊപ്പിയൊക്കെ കിട്ടി ഇതൊക്കെ സെറ്റായിട്ടാ. അപ്പോൾ ഏതായാലും ഇതാ വെള്ളമുണ്ട്, പിന്നെ നാപ്പിൾ വാങ്ങിന് അതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ റെഡി ആയിട്ട് അമ്മത ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. എന്താണ് ആദ്യം ഈ പറയണത്? അങ്ങനെ പറയരുതിട്ടാ. വണ്ടി കേക്കിയിട്ടൊന്നുമില്ല, ആ ചളി വിളി തന്നെ കേട്ടാ. എന്തായാലും ആ കോലത്തിൽ പോയി നോക്കാം. ഇതോടെ നിന്ന് അതാ ഊരിടണേ. അത് കെട്ട് മതി പോവാ. അച്ചച്ചക്ക് ടാറ്റ കൊടുത്താളാ. അച്ചച്ചേരെ കൊടുത്താളാ. അതിന് കൊള്ളൂല, അതിലൊന്നും കൊള്ളൂല, അതിന് കൊള്ളൂല. ഡ്രസ്സുണ്ട്, ഡ്രസ്സും സാധനം കുറേ ഉണ്ടായി. ഞങ്ങൾ വയനാട് യാത്ര തുടങ്ങിയിട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഞാൻ ആദ്യ വൈഫ് പിന്നെ വേറെ അളിയനും ഉണ്ടായിരുന്നു. അപ്പോൾ അളിയനും ടീമും അളിയൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ട്. അപ്പോൾ രണ്ടാളും ഒരു തിരൂരിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ കൂടെ വേറെ ഞാനും ആദ്യം വൈഫും തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പമ്പിലെത്തി. ഇപ്പോൾ വണ്ടി കുറേ ഒരു കൊല്ലം പോലെ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ. സർവീസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കറക്റ്റ് സർവീസ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെയിന് കുറച്ച് ഓയിൽ കൊടുത്തതാണ്. ടയർമൊക്കെ കാണുന്ന ആ ഓയിലിൻ്റെ പാടിട്ട കൂടുതലായിട്ടും. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ 2.5 ലിറ്റർ 3 ലിറ്റർ കൊണ്ട് ഓയിലെടുത്ത് ഇത് ഈ വണ്ടിക്ക് വേണം കേട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ. അതും അതിൻ്റെ ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളും അതും ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് വേണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ സർവീസൊന്നും പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ പമ്പിൽ നിന്ന് സാധാരണ നമ്മൾ ചെയ്യലുണ്ട്. ഓയിൽ കൂടുതലാണോ കമ്മിയാണോ എന്നുള്ള അറിയില്ല. ചിലർ പറഞ്ഞാൽ പമ്പിൽ നിന്ന് വയ്ക്കുന്ന ഓയിൽ കൂടുതലാണെന്നൊക്കെ പറയണേക്കെ. പക്ഷേ നമ്മളെന്തിരുന്നാലും സാധാരണ പമ്പിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് മാറ്റില്ല കേട്ടോ. അപ്പോൾ ഓയിൽ മാത്രം ഓയിൽ അത്യാവശ്യം കട്ടി ആയിരിക്കണം. കാരണം അതിങ്ങനെ നിൽക്കാതെ ഓടിക്കൊണ്ടേ ഇരിക്കലില്ല. നമ്മളെ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ഓടാനല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കഴുകലോ കൊണ്ടെടുക്കലോ അങ്ങനെ വൃത്തിയായിട്ട് കഴിക്കുന്ന പരിപാടിയേ ഇല്ല കേട്ടോ.
അങ്ങനെ നമ്മൾ ആ പയ്യന് ഫിൽറ്റർ വരുന്ന പരിപാടി കേട്ടോ. ഫിൽറ്റർ അതിൻ്റെ ഉള്ളിൽ ഒരു 3 ബോൾട്ടിൻ്റെ ഉള്ളിൽ റബ്ബറിൻ്റെ ബുഷും ഇതൊക്കെ വെച്ച് നല്ലൊരു സീറ്റിംഗ് ആയിട്ടുള്ളൊരു ഫിൽറ്ററാണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ഓയിൽ ഇതിലും ഫിൽറ്റർ ആയിട്ടാണ് ഇതിൽ ചെളിയും കാര്യങ്ങളും കച്ചറക്കായിൽ അടിഞ്ഞു കൂടുന്നത് കേട്ടോ. എല്ലാ ഓയിൽ ചേഞ്ചിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫിൽറ്റർ അഡീഷണൽ ആയിട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇവിടെ പമ്പിൽ നിന്ന് തന്നെ ഓയിൽ ചേഞ്ചിൻ്റെ സമയത്ത് നമുക്ക് ആകെ വരുന്ന റേറ്റ് ഓയിലും ഫിൽറ്ററും ഒക്കെ കൂടി വരുന്നത് 1050 കേട്ടോ അവിടെ നിന്ന് വരുന്നത് ചാർജ് പമ്പത്തെ. കാരണം അത്യാവശ്യം ക്വാളിറ്റി ആവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ചെറിയ മെക്കാനിക്ക് അതിൻ്റെ കൂടെ അയാളൊപ്പം തന്നെ എല്ലാ പരിപാടിക്കും നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടീൻ്റെ പണികളൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടോ. ആദ്യമോൻ അയാളൊപ്പം തന്നെ കൂടെ തന്നെ കുറേ നേരമായിട്ട് അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണം കളിക്കണം കച്ചറൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം യാത്ര ചെയ്യാനുള്ളൊരു റങ്ക് എന്ന് പറഞ്ഞത് ആർക്കായാലും പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയല്ലേ. അപ്പോൾ നമ്മളിതാ പോണ വഴി കളരി കഴിഞ്ഞ് പഠിക്കലൊക്കെ എത്താൻ നേരത്തെ ഒരു ഹോട്ടൽ കണ്ടിട്ട് ഉസ്താദ് ഹോട്ടൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് നെയ്ച്ചോറിൻ്റെ ഷോപ്പ് കണ്ടിട്ടോ. പൊതുവേ ഇതേപോലെ ആദ്യമേ നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമായത് പറഞ്ഞിട്ട് അവിടെ കയറിയത്. അങ്ങനെ ഞങ്ങൾ നെയ്ച്ചോറും ചിക്കനും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ അടിവാരെത്തിയപ്പോൾ നമുക്കുള്ളത് താജ് റെസിഡൻസി പറഞ്ഞിട്ടൊരു ഹോട്ടലാട്ടോ ചെറിയൊരിത്. അവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ AC ഉണ്ട് നോൺ AC ഒക്കെ ഉണ്ട്. AC ആണെന്നുണ്ടെങ്കിൽ 1400, മറ്റേ നോൺ AC ആണെങ്കിൽ 900 എന്നുള്ള നിലയ്ക്കാണ് അവിടുത്തെ റൂമിൻ്റെ ഒക്കെ ചാർജ് വരുന്നത്. അപ്പോൾ ഞങ്ങളിത് റൂമിൽ ഇവിടെ എത്തി. ഇനി നമ്മുടെ വണ്ടി മുന്ന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ അതിന് ഇറക്കാണ്ട് കേട്ടോ. ബാഗും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് വേണ്ട റൂമിൽ കൊണ്ടുപോകാൻ. അപ്പോൾ എന്തായാലും ആദ്യമേ തലയിൽ പിന്നെ അവൻ്റെ തലയിൽ ഇട്ടിരുന്ന ടവലൊക്കെ കൊഴിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് ഈ ടർക്കി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടർക്കിയാണ് ഇപ്പോൾ രണ്ടാമത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ നല്ലോണം കെട്ടി വെച്ചിരുന്നു. കാരണം ഇത് കൊഴിഞ്ഞ് പോരുത്തുള്ള എന്നുള്ള നിലയ്ക്ക് കെട്ടി വെച്ചുകൊണ്ടാണ് കുറച്ച് താമസം കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോകണ വഴിയാണ് ഇപ്പോൾ ഇത്. റൂമിൽ കുഴപ്പമൊന്നുമില്ല, സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അത്യാവശ്യം തെറ്റില്ലാത്തൊരു റൂമാട്ടോ. തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ ഒരുപാട് റൂം ഉണ്ടിട്ട് ഞങ്ങൾക്ക് 205 ഞങ്ങളെ റൂമിൻ്റെ ഇതിട്ടോ. പിന്നെ ഗ്ലാസും കാര്യങ്ങളും പിന്നെ ലേഡീസിന് എല്ലായിടത്തേക്കും പോണതിന് മുന്നേ ആവശ്യമുള്ള സംഗതിയില്ല, കണ്ണാടി അലമാരൊക്കെ ഗ്ലാസ്സല്ലേ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. അതന്നെ വലിയിട്ടില്ല. അങ്ങനെ ആദ്യമേ ഇതാ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് തുടങ്ങിയിട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുതപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ കിടക്കാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ നമ്മളെ പുതപ്പ് തന്നെ ഇട്ട് ഉപയോഗിച്ച്. അപ്പോൾ അതെ ഞങ്ങളിത് ഇവിടുത്തെ റൂം എടുത്തിട്ട് റൂമിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ റൂമിന് ഇപ്പോൾ 900 വാടകയാണ് ഇപ്പോൾ റൂമിന്. കുഴപ്പമൊന്നുമില്ല, ഒരു അത്യാവശ്യം ആവറേജ് അത്യാവശ്യം വലിയ റൂം തന്നെ കേട്ടാ. എല്ലാം ഉണ്ട് കേട്ടോ, അതിൻ്റെ സൗകര്യം ഉണ്ട്, നല്ല ഫാനൊക്കെ ഉണ്ട് കേട്ടോ. തീരണേ പറയണ്ട സംഗതി സെറ്റാണ്. എടുത്തോ മുളകപ്പ് വേണമെങ്കിൽ നമുക്ക് എടുത്തോ, ഒരുതാട് ഇട്ടാളോ. അപ്പോൾ ഏതായാലും ഇത് ആദ്യം എന്താ ഈ ഉറങ്ങാത്തത്? ഈ എൻ്റെ ബെഡ്ഷീറ്റ് ഇത് എവിടെ കൊണ്ടുവച്ച് തലയിൽ വെച്ച് എൻ്റെ ഇതുണ്ടല്ലോ, ഓൻ്റെ ഒരു തലയിൽ കെട്ടിന്നൊരു ടവലുണ്ടായിരുന്നു കേട്ടോ. അത് ആ കള്ളം കൊണ്ടുപോയി കളഞ്ഞിരിക്കുന്ന കേട്ടോ. അത് ഇനിയിപ്പോൾ അത് ഏതായാലും തൽക്കാലം അപ്പോൾ ആ സാധനം ഇനി തലയിൽ കെട്ടേണ്ടി വരും. അപ്പോൾ ഏതായാലും അപ്പോൾ എല്ലാവർക്കും ഞങ്ങളിന്ന് ഉറങ്ങാൻ പോവാണ്. പിന്നെ നാളെ കാണാം. അങ്ങനെ ഞങ്ങൾ അടിവാരെത്തിയിട്ട് അടിവാരാണ് നമ്മളടുത്ത റൂം എടുത്തത് ഇവിടെ കേട്ടോ. ഏതാണ് ഹോട്ടലിൻ്റെ പേരെന്താ? തന്നെ താജ് റെസിഡൻസി അങ്ങനത്തെ ഒരു ഹോട്ടലാട്ടോ. അപ്പോൾ അതിന് വാടക നമുക്കിപ്പോൾ 900 വാടകയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, ഓവർ നഷ്ടമൊന്നുമില്ല. 900 വാടക നമ്മളപ്പോൾ ഏട്ടത് ഉറങ്ങാനുള്ള പരിപാടിയാണ്. കുഴപ്പമൊന്നുമില്ല, റൂമൊന്നും അത്യാവശ്യം തെറ്റില്ല, അത്യാവശ്യം ഇതുണ്ട്, കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ AC 1500 തന്നെ ഇപ്പോൾ നമുക്ക് വേണ്ട, നമുക്ക് നോർമൽ റൂം മതിട്ടാണ്. അത്യാവശ്യം വലിയ റൂമാണ്, ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിയ റൂമായിട്ട് നോക്കണേ. അപ്പോൾ ഏതായാലും ഞങ്ങൾ കിടക്കാൻ പോകണം. ഞങ്ങളെ പുറപ്പെടുത്താനായിട്ട് ഞങ്ങൾ കിടക്കേണ്ടത്, ഞാൻ പുറപ്പെടുക്കണില്ല എന്തായാലും. അപ്പോൾ ഏതായാലും ഇനി നാളെ കാണാം. ഇന്നിപ്പോൾ ഏതായാലും ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അടിവാരം ഇനി രാവിലെ ചുരമൊക്കെ കയറാനുള്ള. അപ്പോൾ ഞങ്ങൾ കുറേ ലക്ഷ്യങ്ങളുണ്ട്, ഒന്ന് പോയി കാണാൻ. എല്ലായിടത്തും ഒന്ന് പറ്റുകയാണെങ്കിൽ കാണാൻ. ജൂലിമാരൊക്കെ ബ്ലോക്കാണെന്ന് പറയുന്നത്, അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ പോയി നോക്കണം. ഞങ്ങൾ രാത്രി തന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് 12 മണിയായിക്കുന്നുണ്ട് അവിടെ എത്തിയപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലത്തെ ഫ്രഷായി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ചായ കുടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുറച്ച് അങ്ങോട്ട് ചെന്നൊരു ചുരം കയറി കഴിഞ്ഞതിന് ശേഷം കുടിക്കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം എന്ന് അറിയണമെന്നില്ല നമ്മളെ മുന്നിൽ, കാരണം രാവിലെ നീച്ചപ്പോൾ തന്നെ 8 മണി ആയിരിക്കണം കേട്ടോ. കുറച്ച് നേരത്തെയൊക്കെ നീക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നേരം വൈകി വന്ന് അത്രയും ക്ഷീണത്തിൽ ബൈക്കൊക്കെ ഓടിച്ച് വന്ന് നിന്നതിൻ്റെ ക്ഷീണം കൊണ്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ടോ. അങ്ങനെ ആദ്യമോനൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടോ, പോകാനുള്ള പരിപാടികളൊക്കെ ആയി തുടങ്ങിയിട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇനി നമുക്ക് പോകാനുള്ളത് വയനാട് ചുരമാണ് പോകാനുള്ളത് കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല, നമ്മളിനി ഈ 3 ആൾ തന്നെ. അപ്പോൾ ഞങ്ങളിത് റൂമൊക്കെ ഒഴിവാക്കി ഞങ്ങൾ പോവാട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ ഇറങ്ങാനുള്ള പരിപാടി, ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇനി പോയി നോക്കട്ടെ. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ തുടർന്ന് കാണാം. ഓക്കെ, ബായ്. ഇന്നിപ്പോൾ ഇവിടെ ബർത്തില്ല കേട്ടോ, ഒന്നും പറയണില്ല.
അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ റൂമിൻ്റെ വരാന്തയിൽ കൂടി നടന്നു പോകുമ്പോൾ അപ്പുറവും ഇപ്പുറവും ഗ്ലാസ്സൊക്കെ കൂടി താഴത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താ സ്റ്റെപ്പ് ഇറങ്ങി പോകണം ഞാനിതൊക്കെ ഏറ്റി പോകണത് ഇങ്ങനെ കാണുമ്പോൾ ഞാനും ആദ്യമോനും കൂടി നല്ല ആവേശത്തിലാട്ടെ ഞങ്ങൾ നടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇനി മലച്ചുരം കയറാനൊക്കെ ഉള്ളതായത് കൊണ്ട് ഒരുപാട് സമയം ഇനി വേണ്ടി വരും എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഉഷാറായിട്ട് കെട്ടി വെച്ചിന് കേട്ടോ. അതിലിടയ്ക്ക് അമ്മൊരു സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളിത് ചുരം കയറാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. അതിന് ചുരം കയറാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഓരോ റൂട്ടിലും വണ്ടികൾ വരുന്നുണ്ട്, വലിയ വണ്ടി ഇങ്ങനെ ഒടിഞ്ഞു വരുന്നതും അത്യാവശ്യം റോഡൊക്കെ തന്നെ നല്ല തിരക്കായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ KSRTC കിടക്ക് ഒന്നരാടെ ഇങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പേടിയാണ്. മേലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വണ്ടി ഇങ്ങനെ ലോഡിലിങ്ങനെ വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാരണം തന്നെ നമ്മളൊക്കെ ഈ ലോഡിൽ ചവിട്ടി നിർത്താൻ വേണ്ടി ചില സമയത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെടലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലോഡും വണ്ടിയൊക്കെ വരുമ്പോൾ ഒടിഞ്ഞു വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി വരുന്ന വണ്ടി നമ്മൾ റൈറ്റ് സൈഡിൽ കൂടിയൊക്കെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ട് കേട്ടോ. കാരണം നമ്മളെന്താ വെച്ചാൽ നമുക്കൊന്നും നാട്ടിൻപുറത്ത് ഓടിച്ചുള്ള ശീലമല്ലുള്ളൂ. നമ്മളിപ്പോൾ ഈ വയനാട് ചുരം കാരണം സ്ഥിരമായിട്ടൊന്നുമില്ല, ഒന്നരാടൊക്കെയല്ലേ ഉള്ളൂ. അത്രയും ലോഡും വണ്ടി ഓരോ റൂട്ടിനാണ് കേട്ടോ. ബത്തേരി റോഡൊക്കെയാണ് കേട്ടത്. അപ്പോൾ എന്താ വെച്ചാൽ റോട്ടുമ്പോഴൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചിലയിടത്തൊക്കെ തന്നെ. പിന്നെ ഈ ഹെയർ പിന്നിൻ്റെ അവിടെ നിർത്തിയിട്ട് ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴൊക്കെ നല്ല തിരക്കാട്ടോ, അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഹെയർ പിന്നിൻ്റെ അവിടെ നോക്കിയപ്പോഴാണ് നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ എന്താ വെച്ചാൽ ചായ കുടിക്കാനൊക്കെ ഉള്ളൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി സ്റ്റാർട്ടിങ് ആണ്, തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഒരുപാട് സ്ഥലം ഇനിയും പോകാനുണ്ടായതുകൊണ്ട് നമുക്ക് നമ്മളെ ലക്ഷ്യം വേറെയാണ്. അപ്പോൾ ഏതായാലും ഇനി തുടർന്നുള്ള വീഡിയോകളിൽ നമ്മളെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമ്മൾ ഓരോരോ വീഡിയോസായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.